ഇന്ന് എന്തും ഏതും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്കുണ്ട്. മൊബൈലിലാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഇനി കാറിലാണെങ്കിൽ GPS ഉണ്ട്. ഇനി ആമസോണിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ അതും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് സുവിശേഷത്തിൽ നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായി പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ വചനത്തിൽ വായിച്ചേക്കുന്നത്. അത് മറ്റാരുമല്ല, ബാലനായ ഈശോയാണ്. വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കൾ അതറിഞ്ഞില്ല. ഈ മാതാവിനും യോസേപ്പിതാവിനൊന്നും തീരെ ഉത്തരവാദിത്തമില്ലേ? അതുകൊണ്ടാണ് അവർ മിസ്സായിപ്പോയത്? അങ്ങനെ ഒന്നുമല്ല കേട്ടോ. നമുക്കറിയാമല്ലോ, ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് അവർ ഉണ്ണീശോയെ വളർത്തിക്കൊണ്ട് വരുന്നത്. സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ഇവരൊരു തീർത്ഥാടന സംഘമാണ്. ജെറൂസലേമിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ ഇവരൊരു ഗ്രാമം മുഴുവനുമാണ് ജെറൂസലേമിലേക്ക് തീർത്ഥാടനം നടത്തുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് ഗണങ്ങളായിട്ടാണ് അവർ പോകുന്നത്. ഒന്നൊരു സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ്, ഒന്ന് പുരുഷന്മാരുടെ ഒരു ഗ്രൂപ്പ്. ഈ കുട്ടികൾക്കാണെങ്കിൽ ഓപ്ഷനുണ്ട്. അവർക്ക് ഒന്നെങ്കിൽ സ്ത്രീകളുടെ ഒപ്പം യാത്ര ചെയ്യാം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒപ്പം യാത്ര ചെയ്യാം. എന്തായാലും ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായിട്ടായിരിക്കും ചിലപ്പോൾ കുടുംബമൊക്കെ ഒന്നിച്ചു കൂടുന്നത്. ഇതുപോലെ ആയിരിക്കണം, ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായിരിക്കണം ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നത്. അപ്പോഴേക്കും രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും അത്രയും നേരം ഈശോ മാതാവിൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ യൗസേപ്പിതാവിൻ്റെ കൂടെ ഉണ്ട് എന്നിവർ പരസ്പരം വിചാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അവർക്ക് ഈശോയെ അങ്ങ് മിസ്സായി പോയത്. ഈ ഈശോയുടെ മിസ്സായ കഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റൊരു കഥ ഓർത്തു പോവാണ്. ഒരിക്കലും ഒരു തിരുനാൾ ഭയങ്കര തിരക്കാണ്. അപ്പൻ്റെ കൈ മകൻ അപ്പൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നല്ല തിരക്ക് കൂടിയപ്പോഴേക്കും അറിയാതെ മകൻ്റെ ആ പിടുത്തം അങ്ങ് വിട്ടുപോയി. അങ്ങനെ മകൻ പെട്ടെന്ന് മിസ്സായി പോകുന്നുണ്ട്. അപ്പൻ ഉടനെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. തിരക്കിൻ്റെ ഇടയിൽ പെട്ട് മകനെ കാണാനേ ഇല്ല. അപ്പൻ ഒത്തിരി വേവലാതിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ അപ്പൻ കണ്ടെത്തി മകനൊരു ഐസ്ക്രീം ഷോപ്പിലിരുന്ന് ഐസ്ക്രീം ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ അപ്പൻ ഓടി വന്നിട്ട് ചോദിച്ചു, എടാ മോനെ, എന്നെ പണിയുടെ കാണിച്ച് നീ അങ്ങനെ മിസ്സായി പോകണമെങ്കിലോ നീ ഒച്ച എടുക്കണ്ടല്ലേ, എന്നാലല്ലേ അപ്പന് മനസ്സിലാവത്തുള്ളൂ. മകൻ ചോദിച്ചു, അല്ല അപ്പ, ഞാൻ മിസ്സായി പോയോ? ഞാനതറിഞ്ഞില്ലല്ലോ. വളരെ നിഷ്കളങ്കമായിട്ട് ആ മകൻ ചോദിച്ചു. നമ്മുടെ അവസ്ഥ ഇതുപോലെയൊക്കെയാന്ന് തന്നെയാന്ന് തോന്നുന്നു. ഈ മാതാവിനും യോസേപ്പിതാവിനും ഉണ്ണീശോ മിസ്സായിപ്പോയത് അറിഞ്ഞില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഈശോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്കും ഇല്ല. അതാണ് സത്യം. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപകടം അല്ലെങ്കിൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരിക്കലും സാമ്പത്തികമല്ല, രാഷ്ട്രീയമല്ല, മറിച്ച് ഇങ്ങനെ ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യർ കൂടി വരുന്നുണ്ട്. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രൈസിസ്. മാതാവും യോസേപ്പിതാവും ഒത്തിരി ഭക്തിയുള്ള തീർത്ഥാടന സംഘത്തോടൊപ്പം ചേർന്ന് നിന്ന നല്ല വിശുദ്ധരായ വ്യക്തികളാണ്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഈശോയെ നഷ്ടപ്പെടുന്നുണ്ട്. ഇത് നമുക്കുള്ളൊരു വാർണിംഗ് സിഗ്നലാണ്. ചിലപ്പോൾ നമ്മളൊക്കെ എന്നും പള്ളിയിൽ പോകുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പള്ളിയിലെ സംഘടനകളോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാകാം. അങ്ങനെ പള്ളിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ ഈശോയുടെ സാന്നിധ്യം പലപ്പോഴും നമ്മൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് കാണുന്നത്. പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, പണ്ടൊക്കെ ഞാൻ ഒത്തിരി പള്ളിയിൽ പോകുമായിരുന്നു, എന്നും പള്ളിയിൽ പോകുമായിരുന്നു, ഓൾട്ടർ ബോയ് ആയിരുന്നു, ഞാൻ പള്ളിയുടെ പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊക്കെ മതി, ഈശോയ്ക്ക് അറിയാം എൻ്റെ തിരക്കൊക്കെ, ഇപ്പോൾ പോയതിലും കാര്യം കുഴപ്പമൊന്നുമില്ല, ഈശോയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് കാണുന്നത്. ഇങ്ങനെ പണ്ട് ഞാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പലവരും വിചാരിക്കുന്നത്. എന്നാൽ മറ്റേത് ബന്ധം എന്നതുപോലെ തന്നെ ഈ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലും നിരന്തരമായ ശ്രദ്ധ വേണം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പോലും നിരന്തരമായ ശ്രദ്ധയില്ലേ? അല്ലെങ്കിൽ ആ ബന്ധം തണുത്തുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറയുന്നത് പോലെ ഈ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിരന്തരമായ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ആ ബന്ധവും തണുത്തുറഞ്ഞു പോവുകയും അവസാനം നമുക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഒരു കാര്യം ആലോചിക്കണം, ക്രിസ്തു ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തുന്നില്ല, നമ്മളാണ് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെ ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്താതെ എന്നും കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിത്വമുണ്ട്, വിശുദ്ധ മദർ തെരേസ. മദർ തെരേസയ്ക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, പാവങ്ങളെ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു സ്ത്രീ ഇങ്ങനെ ചോദിച്ചു, മദർ ഈ തിരക്കിൻ്റെ ഇടയിൽ മദർ എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു? മദർ തെരേസ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂർ പോലും ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
നമുക്ക് രണ്ട് തരത്തിൽ പ്രവർത്തിക്കാം. ഒന്നുകിൽ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തിക്കാം. ഈ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റാൻ പോകുന്ന അപകടം എന്താണെന്ന് അറിയോ? ഈ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച് പിന്നീട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാനിടയുണ്ട്. എന്നാൽ മദർ തെരേസയെ പോലെയുള്ളവർ ഒരിക്കലും ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് അവൾ ശ്രദ്ധ പതിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതും ചെയ്താലും എപ്പോഴും ക്രിസ്തു സാന്നിധ്യത്തോടെ ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. എങ്കിലൊരിക്കലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവത്തില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ നമ്മൾ തിരിച്ചു നടക്കണം. യൗസേപ്പിതാവിനും മാതാവിനും ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴേക്കും അവരാദ്യം ചെയ്തത് അവരെ ബന്ധുക്കളുടെ അടുത്തും ആ യാത്രാ സംഘത്തിലൊക്കെയാണ് അന്വേഷിച്ചത്. പക്ഷേ പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് അവൻ ആ ദേവാലയത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു നടക്കണം. എളിമയോടുകൂടി തീക്ഷ്ണതയോടുകൂടി വീണ്ടും തിരിച്ചു നടക്കണം. ക്രിസ്തു ഉണ്ടായിരിക്കുന്ന ആ ദേവാലയത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം. പ്രിയപ്പെട്ടവരെ, കൂദാശകളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം. കുമ്പസാരമാകട്ടെ, കുർബാനയാകട്ടെ, അതിലൊക്കെ നമുക്ക് തിരിച്ചു നടക്കാനായിട്ട് സാധിക്കട്ടെ. വചനത്തിലൊക്കെ നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താനും അങ്ങനെ വീണ്ടും ആ ദേവാലയത്തിലേക്ക്, ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കലും നമുക്ക് ക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.